നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അതിൽ നമുക്ക് ഇൻവെൻട്രിയിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മെറ്റീരിയൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ പറഞ്ഞു, പിന്നെ സ്റ്റോർ മാനേജ്മെൻറ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ പർച്ചേസിങ് പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോർ മാനേജ്മെൻറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞ് വരുന്നതാണ് നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നമ്മളിപ്പം സ്റ്റോർ ചെയ്ത് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത സാധനങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രൊഡക്ഷനിലേക്കുള്ളതാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കണം, അല്ല ബാക്കിയുള്ളതാണെങ്കിൽ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് മേ ബി നമ്മൾ ഇൻവെൻട്രിയിൽ മേ ബി സാറ് പറഞ്ഞിട്ടുണ്ടാവാം നമുക്ക് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഇൻവെൻട്രി എന്തൊക്കെയാണെന്ന്. റോ മെറ്റീരിയൽസ്, പിന്നെ നമുക്ക് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അതർ ദാൻ നമുക്ക് MRO എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ലൈക്ക് ഇൻവെൻട്രിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ വരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെയും നമ്മുടെ ഇൻവെൻട്രിയാണ്. അപ്പോൾ ഈ ഇൻവെൻട്രികളൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ ഭാഗത്തേക്ക് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയതായിട്ടൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി കൈൻഡ് ഓഫ് നമുക്ക് സീസണബിളായിട്ട് നമുക്കിപ്പോൾ ഒരു സ്കൂൾ ഓപ്പണിംഗ് ടൈമൊക്കെ ആകുമ്പോൾ പുതിയതായിട്ടുള്ളൊരു ബാഗ്, ആ ബാഗ് നമ്മളിപ്പോൾ സ്കൂബീഡോ അങ്ങനെ പലതരത്തിലും നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബാഗ് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങി വെച്ച മെറ്റീരിയൽസ് മുഴുവനായിട്ട് ഉപയോഗിച്ച് അതിനെ പ്രൊഡക്ഷൻ നടത്താതെ ആദ്യം നമ്മൾ ലൈക്ക് ഒരു സാമ്പിൾ പ്രൊഡക്ട്സ് എന്നല്ല, അത്യാവശ്യം ഒരു ആവശ്യത്തിനുള്ളൊരു ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ബാഗ്സ് ഉണ്ടാക്കി നമ്മളൊന്ന് മാർക്കറ്റിൽ സെയിൽ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ലൈക്ക് നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റിനെ മൊത്തമായിട്ട് എടുത്ത് നമ്മൾ ഒരു ടെസ്റ്റിംഗ് നടത്താതെ നമുക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിന് മാത്രം പ്രൊഡക്ഷൻ നടത്തി നമുക്കൊരു പ്രോപ്പർ ഫ്ലോ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു പ്രോപ്പർ ഫ്ലോ ഓഫ് ഓപ്പറേഷൻസിലാണ് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ സപ്ലൈസായിട്ടും നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടും നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആഫ്റ്റർ ദ സെയിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നമുക്കൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ഉണ്ടാവുള്ളൂ. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. സോ ആ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇൻവെൻട്രി കൺട്രോൾ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ പ്രൊഡക്ഷൻ നമ്മൾ വിചാരിച്ച ആ ഒരു സെയിൽ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ ഇതുപോലെ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, സപ്ലയേഴ്സിൻ്റെ അടുത്ത് നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു, നമ്മൾ വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നു, സെയിൽ നടത്തുന്നു. അപ്പോൾ ഇത് തീരുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ നടത്തി തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഇൻവെൻട്രി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഒരു ഡെഡ് സ്റ്റോക്ക് വരരുത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എംപ്റ്റി സ്റ്റോക്ക് ആവരുത്. നമുക്ക് റിക്വയർമെൻറ്റ് വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരരുത്. എംപ്റ്റി സ്റ്റോക്ക് ആവാതിരിക്കാൻ, കാരണം റെഗുലറായിട്ട് നല്ല സപ്ലൈ നടക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം, ഒരു സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അതിനെയാണ് നമുക്ക് ഇൻവെൻട്രി കൺട്രോൾ. അതായത് ഏതൊക്കെ മെറ്റീരിയലാണ് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത്, ഇനി നമുക്ക് ആ സെയിലിൻ്റെ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ നടക്കാൻ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ഇനി ആവശ്യമുണ്ട്, അതിൽ ഏതൊക്കെ മെറ്റീരിയൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ എംറ്റി ആണ്, അപ്പോൾ ആ എംറ്റി ആണെങ്കിൽ അത് നമ്മൾ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും സെയിലാവാത്ത ഒരു ഡെഡ് സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ പ്രൊഡക്റ്റ് മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്.